നമസ്കാരം. നിക്ഷേപകർക്ക് എല്ലാ വർഷവും 30% മുകളിൽ റിട്ടേൺ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്ക് ഉണ്ട്. ബാങ്കിന്റെ പേരെന്ന് പറഞ്ഞാൽ കാനറ ബാങ്കാണ്. നിങ്ങൾ ചിന്തിക്കും, സാധാരണ ബാങ്കിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് 8, 9, 7, 6, 5 ഒക്കെ അല്ലേ? അപ്പൊ എങ്ങനെയാണ് പ്രതിവർഷം 30% റിട്ടേൺ കിട്ടുക? ഇത് കാനറ ബാങ്കിന്റെ മ്യൂച്വൽ ഫണ്ടാണ്. ഒരു അടിപൊളി മ്യൂച്വൽ ഫണ്ടാണ്. കുറെ നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ കാനറ ബാങ്കിന്റെ മ്യൂച്വൽ ഫണ്ടുകൾ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള റിട്ടേൺ ആണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാസത്തേക്കോ 5 മാസത്തേക്കോ ഒരു വർഷത്തേക്കോ 10 വർഷത്തേക്കോ എത്ര നാളത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ടുള്ള റിട്ടേൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കാനറ ബാങ്കിന്റെ ആ ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെത്തും. അവിടെ നിരവധി മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള ലോണുകളെ കുറിച്ച്, ബിസിനസ് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച്, ഓൺലൈൻ ജോലികളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. സൗജന്യമാണ്, എല്ലാവരും ജോയിൻ ചെയ്യുക. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർക്കും കൂടി ഈ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. സോ മ്യൂച്വൽ ഫണ്ടിന്റെ പേര് എന്ന് പറഞ്ഞാൽ കാനറ റൊബേക്കോ സ്മോൾ ക്യാപ്പ് ഫണ്ട് റെഗുലർ ഗ്രോത്ത് ആണ്. ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ മിനിമം 1000 രൂപയ്ക്ക് മുകളിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. 1000, 2000, 3000, 5000ന്റെ കൂടുതലായിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. മിനിമം 1000, പക്ഷേ 5000 ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ എത്ര വേണമെങ്കിലും 10000 ചെയ്യാം, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 2000 ഒക്കെ ചെയ്യാം, 3000 ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫണ്ട് കൊടുത്തിട്ടുള്ള റിട്ടേണിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ ഇപ്പോഴത്തെ NAV എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 42.25 രൂപ സെപ്റ്റംബർ മാസത്തെ NAV എന്ന് പറയുന്നത്. ഇതൊരു സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിലുള്ള ഒരു ഫണ്ടാണ്. സ്മോൾ ക്യാപ്പ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഒരു ഫണ്ടാണ്. ഈ ഒരു ഫണ്ട് കംപ്ലീറ്റ് സ്വരൂപിച്ചിട്ട് ഇത് സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ നിക്ഷേപിക്കും. പൊതുവെ സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ നിക്ഷേപിക്കുന്ന സമയത്ത് അമേസിംഗ് ആയിട്ടുള്ള റിട്ടേൺസ് ആണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതായത് എല്ലാ ടൈപ്പ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ നോക്കിയാലും നല്ല രീതിയിൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് 30, 35, 40, 45, 50, 65, 70, 80, 100% ഒക്കെ റിട്ടേൺ പെർ ഇയറിൽ കൊടുത്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ കാനറ ബാങ്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും ഒരു അടിച്ചുറപ്പുള്ള ഒരു ബാങ്ക് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ കാനറ ബാങ്കിന്റെ തൊട്ടടുത്തുള്ള ബ്രാഞ്ചിൽ പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫണ്ട്, ഈ മ്യൂച്വൽ ഫണ്ട് തുടങ്ങാം. അല്ലെങ്കിൽ കാനറ ബാങ്കിന്റെ ആപ്പ് വഴി ചെയ്യാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്, അവർ വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. സോ ബാങ്കാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ബാങ്കിൽ പോയിട്ട് നേരിട്ട് തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങളുടെ ഫണ്ട് നിലവിൽ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ഉണ്ടാവുക, അത് അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രം മതിയാവും. BMന്റെ ബ്രാഞ്ച് മാനേജറിന് പോയി കണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ആപ്പിലൂടെ ചെയ്യാനും നിങ്ങൾ സാധിക്കുന്നതാണ്. ഇനി താഴോട്ട് വരുമ്പോൾ ഇതിനൊരു ചാർജ് വരുന്നുണ്ട് കേട്ടോ. ആ ചാർജ് എന്തായാലും പറയണം. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിത് റെഡീം ചെയ്യുകയാണെങ്കിൽ 1% ചാർജ് കട്ട് ചെയ്യും. എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഫണ്ടിന്റെ 1% കട്ട് ചെയ്യും ഇതിനകത്തുനിന്ന്. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ ചിലർ കട്ട് ചെയ്ത വലിയ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1% എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആയിട്ട് മാറും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റിട്ടേൺസിന്റെ കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് 2019 ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ടോട്ടൽ ഇൻഡെക്സിന്റെ ബെഞ്ച് മാർക്ക് ബേസ് ചെയ്തിട്ട് ഈ ഒരു കാനറ റൊബേക്കോ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ലോഞ്ച് ചെയ്യുന്നത്. ഇത് ലാസ്റ്റത്തെ ഒരു മാസം കൊടുത്തത് 3% റിട്ടേൺ, 3 മാസത്തിൽ 9% റിട്ടേൺ, 6 മാസത്തിൽ 31% റിട്ടേൺ, ലാസ്റ്റ് 1 ഇയറിൽ 44% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. 3 ഇയർ നോക്കുമ്പോൾ 24%, 5 ഇയർ നോക്കുന്ന സമയത്ത് 34.76% റിട്ടേൺ ആണ് ഇയർലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ എന്തുമാത്രം റിട്ടേൺ ആണ്. 6 മാസങ്ങൾക്ക് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 30% കിട്ടിയിട്ടുണ്ടാവും. ലൈക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. 6 മാസങ്ങൾക്ക് മുൻപ് നിങ്ങൾ 1 കോടി നിക്ഷേപിച്ചിട്ടുണ്ട്. 6 മാസങ്ങൾക്ക് ഇപ്പൊ എത്ര കിട്ടുമായിരുന്നു പറയാം? 1,30,00,000. എവിടെ കിട്ടും ഇത്രയും പൈസ? ഒരു വർഷം മുമ്പേക്ക് 44.75% റിട്ടേൺ ആണ്. സോ 29.28% ടോട്ടൽ ഗ്രോത്ത്. അതായത് സിൻസ് ലോഞ്ച് ചെയ്ത് ഇതുവരെയുള്ള എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 29.28% റിട്ടേൺ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. വെരി ഹൈ റിസ്കിലുള്ള ഫണ്ടാണ്. വെരി ഹൈ റിസ്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വെരി ഹൈ റിസ്ക് ആണ്. എല്ലാ ഫണ്ടുകളും, ഒരു ഫണ്ട് മാത്രമേ, എല്ലാ ഫണ്ടുകളും റിസ്ക്കിയാണ്. കാരണം എന്താ? ഈ ഫണ്ട് നിങ്ങൾ നിന്ന് സ്വരൂപിക്കുന്ന ഫണ്ട് കൊണ്ടുപോയിട്ട് സ്മോൾ ക്യാപ്പ് കമ്പനികളിലാണ് അവർ നിക്ഷേപിക്കുന്നത്, അല്ലാതെ അവർ ബാങ്കിൽ കൊണ്ടുപോയിട്ടല്ല നിക്ഷേപിക്കുന്നത്. ആ സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ നിന്നും റിട്ടേൺ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അല്ലാതെ ഇതുവഴി ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്ത് തരികയല്ല. അതുകൊണ്ട് തന്നെ റിസ്ക് ഇതിനകത്തുണ്ട്.
പക്ഷേ ആ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരുപാട് റിട്ടേണും കിട്ടും. നേരെ മറിച്ചിട്ട് ഞാനൊരു 35 ഏജിലൊക്കെ ഉള്ള ആൾക്കാർ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എനിക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ ഒരു 45, 55, 60 ഏജിലുള്ളവർ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സ്മോൾ ക്യാപ്പ് കമ്പനിയിൽ കൈവെക്കരുത്. കാരണം അവർക്ക് ചെയ്യാൻ വേണ്ടി വല്ല ഫ്ലെക്സി ക്യാപ്പോ മൾട്ടി ക്യാപ്പോ ഫണ്ടുകളൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി ബെസ്റ്റാണ്. കാരണം അതിനകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഗോൾഡ് ETF-മായി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫണ്ടുകളുണ്ട്. അത്തരത്തിലുള്ള ഫണ്ടുകൾക്ക് ഒന്ന് ട്രൈ ചെയ്യാം. ഇത്തരത്തിലുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോകൾ വരുന്ന ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ഒരു 1000 രൂപ എല്ലാ പൈസയും കൊണ്ടിട്ട് അങ്ങനെ നിക്ഷേപിക്കണം. ഒരു 1000 രൂപ വെച്ച് മന്ത്ലി SIP ആയിട്ട് ഇതിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളീഗ്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് അവരെ കൂടി നല്ലൊരു നിക്ഷേപകൻ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ആക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾ ഒന്ന് സഹായിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. വിത്ത് വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ.